ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഏതൊരു ക്ലാസ് ഇട്ടാലും അതിൻ്റെയൊക്കെ താഴെ വരുന്ന ഒരു കമന്റാണ്, സാറേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി മുതൽ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അധികം ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിൽ ഓരോ ടോപ്പിക്സും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും വേണ്ട പോയിന്റ്സും മാത്രമാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വേണ്ട എല്ലാ പോയിന്റ്സും ഇവിടെ നിന്ന് തന്നെ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. നിലവിൽ നമുക്ക് VFA ബാച്ച് ആണുള്ളത്. VFA ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് തന്നെ പഠിച്ചു പോവുക. VFAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കേരള നിലവിലെ മന്ത്രിമാരും വകുപ്പുകളും അല്ലെ, നമുക്ക് നിലവിലെ കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. ആദ്യം നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നമുക്കൊക്കെ അറിയാം, അത് പിണറായി വിജയനാണ് അല്ലെ. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. എത്രാമത് നിയമസഭയാണ്? 15ാം നിയമസഭയാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ ചോദ്യം വരും 15ാം നിയമസഭയിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വരുമ്പോ കൺഫ്യൂഷൻ ആവണ്ട. ആരാണ്? പിണറായി വിജയനാണ്. ഓക്കെ, പിന്നെ നിങ്ങളെ കുഴപ്പിക്കാനുള്ളത് 14ാം നിയമസഭയിലെ അല്ലെ, 14ാം നിയമസഭയിലെ മുഖ്യമന്ത്രി ആരെന്ന് ഒരു ചോദ്യം വന്നാൽ അപ്പോഴും തെറ്റിക്കരുത്. ആരാണ്? പിണറായി വിജയൻ തന്നെയാണ് അല്ലെ. പിണറായി വിജയൻ തന്നെയാണ് 14ാം നിയമസഭയിലെ മുഖ്യമന്ത്രിയും. 13 ഒരു പക്ഷേ ചോദിച്ചാലാണ് ആര്? ഉമ്മൻചാണ്ടി. ഓക്കെ, ഉമ്മൻചാണ്ടിയാണ് 13ാം നിയമസഭയിലെ 13ാം നിയമസഭയിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വന്ന ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഓക്കെ, അപ്പോ 14ാം നിയമസഭയിൽ ചോദ്യം വരികയാണെങ്കിൽ പിണറായി വിജയനാണ്. 15ാം നിയമസഭയിലേതും ആരാണ്? പിണറായി വിജയനാണ്. മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആഭ്യന്തരം, അഖിലേന്ത്യാ സർവീസ്, പിന്നെ അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, വിജിലൻസ്, ദുരിതാശ്വാസം, അങ്ങനെ പലതും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പഠിച്ചു വെക്കുക. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ ദുരിതാശ്വാസം, ദുരന്ത നിവാരണം, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ മുഖ്യമന്ത്രിയാണ്. ദുരിതാശ്വാസം അതിന്റെ ഒപ്പം തന്നെ ദുരന്ത നിവാരണം കൂടെ പഠിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയാണ് എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ആഭ്യന്തരം, അഖിലേന്ത്യാ സർവീസ്, വിമാനത്താവളങ്ങൾ, വിജിലൻസ്, ദുരിതാശ്വാസം, പിന്നെ ദുരന്ത നിവാരണം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദുരിതാശ്വാസം, ദുരന്ത നിവാരണം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഓക്കെ, പിന്നെ കെ രാജൻ ലാൻഡ് റവന്യൂ ആണ് അല്ലെ. കെ രാജൻ ലാൻഡ് റവന്യൂ. നമുക്ക് പ്രധാനപ്പെട്ടത് പഠിച്ചു പോവാം. കെ രാജൻ ലാൻഡ് റവന്യൂ, കെ രാജൻ ലാൻഡ് റവന്യൂ, കെ രാജൻ ലാൻഡ് റവന്യൂ. പിന്നെ റോഷി അഗസ്റ്റിൻ, സ്ഥിരം ചോദ്യം വരുന്ന ഒരു സാധനമാണ്. ഇനിയും ചാൻസ് ഉണ്ട്. ജലവിഭവ വകുപ്പ്. റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ വകുപ്പ്. ചോദ്യം വരും. ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? റോഷി അഗസ്റ്റിൻ. ഓർത്തെടുക്കാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് പേരെന്താണ്? അഗസ്റ്റിൻ എന്നാണ് അല്ലെ. റോഷി അഗസ്റ്റിൻ. ഇവിടെ പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ജല വിഭവ വകുപ്പ്, ജല വിഭവ വകുപ്പ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. അഗസ്റ്റിൻ, അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ജലവും വിഭവവും ഒക്കെ കൊടുക്കും അല്ലെ. പാനീയങ്ങളും വിഭവങ്ങളും ഒക്കെ കൊടുക്കും ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ ജല വിഭവ വകുപ്പ് എന്ന് കണ്ട അത് കണക്ട് ആക്കിക്കോ. ഒരു ഗസ്റ്റിനെ പറ്റി നമ്മൾ ആലോചിച്ചോ. ഓക്കെ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജലവും വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന ആലോചിച്ചാൽ ജലവിഭവ വകുപ്പാണ് ചോദ്യം വരാറുള്ളത്. അപ്പൊ ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ജലവിഭവ വകുപ്പ് ആരാണ്? റോഷി അഗസ്റ്റിൻ. ഇനി ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോവാ. ഓക്കെ, അപ്പൊ കെ രാജനാണ് ലാൻഡ് റവന്യൂ. ഇത് ചോദ്യം വരും. ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദ്യം വന്ന ജലം വിഭവം. എങ്ങനെ കണക്ട് ചെയ്യണം? ഗസ്റ്റ് വന്നാലാണ് നമ്മൾ ജലവും വിഭവവും ഒക്കെ കൊടുക്കുകയാണ്. കണക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, പിന്നെ കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടി നമുക്ക് സിമ്പിൾ ആയി കണക്ട് ചെയ്യാൻ പറ്റൂലേ. വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വൈദ്യുതി. ഓക്കെ, വൈദ്യുതി കൈകാര്യം ചെയ്തത് കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി. ഒന്നാലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴും ആദ്യത്തെ മന്ത്രിസഭ പഠിക്കുമ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. അതിലുണ്ട് കൃഷ്ണൻ. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക. കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി
കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലേ, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അയ്യോ എൻ്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. പെട്ടെന്ന് അതായത് രാത്രി പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ട് കണ്ട് നമ്മൾ എന്ത് പറയും? അയ്യോ എൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന ആലോചിച്ച് എന്താണ് കൃഷ്ണനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ കറണ്ട് പോയാൽ എൻ്റെ കൃഷ്ണ എന്ന് പറയും, കറണ്ട് പോയാൽ എൻ്റെ കൃഷ്ണ എന്ന് പറയും. അപ്പൊ വൈദ്യുതി മന്ത്രി ചോദ്യം വരാണെങ്കിൽ വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വൈദ്യുതി കൈകാര്യം ചെയ്തത് കൃഷ്ണൻകുട്ടി, കെ കൃഷ്ണൻകുട്ടിയാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കൃഷ്ണ എന്ന് പറയും, കറണ്ട് പോയ എന്ത് പറയും? എൻ്റെ കൃഷ്ണ. അപ്പൊ ആരാണ് വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത്? കെ കൃഷ്ണൻകുട്ടി. കറണ്ട് പോയ എന്ത് പറയും? എൻ്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. സെറ്റ് അല്ലേ? പിന്നെ എ കെ ശശീന്ദ്രൻ, വനം വന്യജീവി സംരക്ഷണം. രണ്ടുണ്ട്, വനവും വന്യജീവി സംരക്ഷണം. രണ്ടും ആരാണ്? എ കെ ശശീന്ദ്രനാണ്, എ കെ ശശീന്ദ്രൻ. അപ്പൊ വനം വന്യജീവി സംരക്ഷണം. അപ്പൊ ആലോചിച്ചാൽ മതി, വനം വന്യജീവി. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളിപ്പോ വനത്തിനുള്ളിലേക്ക് പോവാണ്, അപ്പൊ പെട്ടെന്ന് ഒരു വന്യജീവിനെ കണ്ട, അപ്പൊ ആനനെ ആലോചിക്കുക. പെട്ടെന്ന് ആനനെ കണ്ട നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിക്കാറുണ്ട് അല്ലേ. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആനനെ കണ്ട നമ്മൾ ശശിയായിട്ട് നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ശശി. ഓക്കെ, വനം വന്യജീവി സംരക്ഷണം. വനത്തിനുള്ളിൽ പോയി വന്യജീവിയെ കണ്ടു, ഇനി ഒന്നും ചെയ്യണ്ട, അതൊക്കെ അവര് ചെയ്തോളും അല്ലേ, ചെയ്യേണ്ടതൊക്കെ ആന ചെയ്തോളും. ഓക്കെ, അപ്പോ എന്താണ്, എങ്ങനെ ആലോചിക്കുക? ശശി എന്നാലോചിച്ചാൽ മതി. ശശി എന്നുള്ള പേര് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യണം? വന്യജീവിയെ കണ്ടു കഴിഞ്ഞാൽ ശശിയായിട്ട് നിന്ന് കൊടുത്താൽ മതി എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോ വനം വന്യജീവി സംരക്ഷണം ആരാണ്? എ കെ ശശീന്ദ്രൻ. എ കെ ശശീന്ദ്രനാണ് വനം വന്യജീവി സംരക്ഷണം. അപ്പൊ വനം വന്യജീവി സംരക്ഷണം കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ. വനത്തിൽ പോയി വന്യജീവിയെ കണ്ട ശശിയായിട്ട് നിന്ന് കൊടുത്തോ. ഓക്കെ, ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തോളും. അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്ലെ. ആർക്കിയോളജി, ആദ്യം ആർക്കിയോളജി, പുരാവസ്തു, പിന്നെ മ്യൂസിയം, പിന്നെ ഒന്നുകൂടെ ഉണ്ട് രജിസ്ട്രേഷൻ, അതുകൂടെ പഠിച്ചു വെച്ചോ. മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പൊ എങ്ങനെ ആലോചിക്കാം? മ്യൂസിയം ഉണ്ട്, പിന്നെ എന്താണ്? പുരാവസ്തു അല്ലെ. പുരാവസ്തു, 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 മ്യൂസിയം, പിന്നെ രജിസ്ട്രേഷൻ, മ്യൂസിയം, രജിസ്ട്രേഷൻ. ഓക്കെ, പുരാവസ്തു, മ്യൂസിയം, രജിസ്ട്രേഷൻ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആ കടന്ന വെച്ച് കണക്ട് ചെയ്തോ. കടന്നപ്പള്ളി വെച്ചിട്ട് കടത്തി കൊണ്ടുപോകുന്നത് കണക്ട് ചെയ്തോ. എവിടെ ഉള്ളത്? മ്യൂസിയത്തിലുള്ള. രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത മ്യൂസിയത്തിലുള്ള സാധനങ്ങൾക്ക് എന്ത് രജിസ്ട്രേഷൻ? അതായത് പഴയ കാലത്തെ സാധനങ്ങളാണ് മ്യൂസിയത്തിൽ. ഒരു പുരാവസ്തു, അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നുമില്ല, അതായത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സാധനം കടത്തി കൊണ്ടുപോകാൻ ആലോചിച്ചാൽ മതി. മ്യൂസിയത്തിലുള്ള ഒരു പുരാവസ്തു, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പുരാവസ്തു കടത്തി കൊണ്ടുപോവുക. അങ്ങനെ കണക്ട് ചെയ്തൂടെ? എന്താണ്? മ്യൂസിയത്തിലുള്ള ഒരു പുരാവസ്തു കടത്തി കൊണ്ടുപോവുക. എന്ത്? രജിസ്ട്രേഷൻ ഇല്ലാത്ത. മ്യൂസിയത്തിൽ ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. മ്യൂസിയത്തിലുള്ള, ഓക്കെ, മ്യൂസിയത്തിലുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പുരാവസ്തു കടത്തി കൊണ്ടുപോവുക. ഒന്ന് ആലോചിച്ച് നോക്ക്. മ്യൂസിയത്തിലുള്ള, അപ്പൊ മ്യൂസിയം, രജിസ്ട്രേഷൻ ഇല്ലാത്ത, രജിസ്ട്രേഷൻ, ഒരു പുരാവസ്തു, പുരാവസ്തു കടത്തിക്കൊണ്ടുപോവുക. കടത്തിക്കൊണ്ടുപോവുക പറഞ്ഞാൽ കടന്നപ്പള്ളി. ഓക്കെ, കടത്തിക്കൊണ്ടുപോവുക, കടത്തിക്കൊണ്ടുപോവുക, കടന്നപ്പള്ളി, കടത്തിക്കൊണ്ടുപോവുക. അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. രാമചന്ദ്രൻ കടന്നപ്പള്ളി, മ്യൂസിയം, പുരാവസ്തു, രജിസ്ട്രേഷൻ. മ്യൂസിയം, പുരാവസ്തു, രജിസ്ട്രേഷൻ. അപ്പോൾ കടന്നപ്പള്ളി എന്ന് കണ്ട കടത്തി കൊണ്ടുപോകണമെന്ന് ആലോചിച്ചോ. എന്താണ്? മ്യൂസിയത്തിലുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പുരാവസ്തു. അങ്ങനെ കണക്ട് ചെയ്തോ. പിന്നെ വി അബ്ദുറഹ്മാനാണ് സ്പോർട്സ്, സ്പോർട്സ് റെയിൽവേ എന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ. വി അബ്ദുറഹ്മാൻ ആണ് സ്പോർട്സ്. ചോദ്യം വരും കേട്ടോ. സ്പോർട്സ് നിലവിലെ കായിക മന്ത്രി ആരെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? വി അബ്ദുറഹ്മാൻ. വി അബ്ദുറഹ്മാൻ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഇത് കണ്ടോ, മാൻ, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്താണ്? സ്പോർട്സ്മാൻ. ഓക്കെ, അബ്ദുറഹ്മാൻ സ്പോർട്സ്മാൻ, അബ്ദുറഹ്മാൻ സ്പോർട്സ്മാൻ. കണക്ട് ആയോ? അബ്ദുറഹ്മാൻ സ്പോർട്സ്മാൻ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ ഓപ്ഷൻ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ അബ്ദുറഹ്മാൻ സ്പോർട്സ്മാൻ. കണക്ട് ആയോ? സ്പോർട്സ്മാൻ, സ്പോർട്സ്മാൻ അബ്ദുറഹ്മാൻ. പിന്നെ നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. എന്താണ് കടന്നപ്പള്ളി പറഞ്ഞാൽ കടത്തി കൊണ്ടുപോവുക. എവിടെ ഉള്ളത്? മ്യൂസിയത്തിലുള്ള ഒരു പുരാവസ്തു. എന്തില്ലാത്തത്? രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പുരാവസ്തു കടത്തി കൊണ്ടുപോകാന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ സ്പോർട്സ്മാൻ ആരാണ്? സ്പോർട്സ്മാൻ അബ്ദുറഹ്മാൻ. ഓക്കെ, അപ്പൊ അതും കണക്ട് ആയി. സിമ്പിൾ അല്ലേ? അടുത്തത് അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ലീഗൽ മെട്രോളജി. ലീഗൽ മെട്രോളജി അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് കേട്ടോ. ജി ആർ അനിൽ. ഓക്കെ, പിന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസും ആരാണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസും ആരാണ്? ജി ആർ അനിലാണ്. അതും പഠിച്ചു വെച്ചോട്ടോ. ജി ആർ അനിൽ. അനിൽ അന്നം എന്നാലോചിക്കുക. അനിൽ, അനിൽ അന്നം അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്തോ. അനിൽ അന്നം. ഓക്കെ, അപ്പോ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാലും ജി ആർ അനിലാണ്. പിന്നെ കെ എൻ ബാലഗോപാൽ, ലോട്ടറി ധനകാര്യം
സംസ്ഥാന ഇൻഷുറൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് ലോട്ടറി, ധനകാര്യം, സംസ്ഥാന ഇൻഷുറൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? KN ബാലഗോപാൽ. അപ്പൊ ധനകാര്യം ആരാണ്? ഇതല്ലേ ഇമ്പോർട്ടന്റ്. ധനകാര്യം KN ബാലഗോപാൽ. ധനകാര്യം KN ബാലഗോപാൽ. ഓക്കെ, KN ബാലഗോപാലാണ് ധനകാര്യം. ധനകാര്യം KN ബാലഗോപാൽ. ധനകാര്യമാരാണ് KN ബാലഗോപാൽ. ഒന്ന് പറ, ധനകാര്യമാരാണ് കേട്ടിരുന്ന കൂടെ പറയണേ, പഠിച്ചു പോകണം. ധനകാര്യമാരാണ് KN ബാലഗോപാൽ. അപ്പൊ ലോട്ടറി, ധനകാര്യം ഒക്കെ ചോദ്യം വന്ന KN ബാലഗോപാൽ. ബാക്കിയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അത്രയും കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോ ലോട്ടറി, ധനകാര്യം, പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ഇൻഷുറൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് KN ബാലഗോപാൽ. പിന്നെ R ബിന്ദു എന്താണ്? ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമൂഹ്യ നീതിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം ചോദ്യം വരാറുണ്ട് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസം നമ്മൾ ന്യൂസിൽ കണ്ടിട്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്. വിദ്യാഭ്യാസം ചോദിച്ചാൽ ശിവൻകുട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസം എന്നൊരു ചോദ്യം വന്ന, പൊതുവിദ്യാഭ്യാസം ശിവൻകുട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസം എന്ന് ചോദ്യം വന്ന R ബിന്ദു ആണ്. ഓക്കെ, ഇനി അതും ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഉന്നത വിദ്യാഭ്യാസം അതായത് ഉന്നതത്തിലേക്ക് എത്തുക. ഓക്കെ, ഉന്നത അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഉന്നതത്തിലേക്ക് എത്താൻ നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം, ഒരു ബിന്ദുവിലേക്ക് നമുക്കൊരു ലക്ഷ്യം വേണം. ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. ബിന്ദു, ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ചാൽ ഉന്നതത്തിലേക്ക് എത്തും എന്ന് ആലോചിച്ചു. ഓക്കെ, അപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വെച്ച്, ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ലക്ഷ്യം വെച്ച് എന്താണ്? ഉന്നതിയിലേക്ക് എത്തുക. ഓക്കെ, ഉന്നതത്തിലേക്ക് എത്തുക. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വെക്കുക എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വെക്കുക. പിന്നെ J ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം. പിന്നെ ഒന്ന് കൂടണ്ടല്ലോ, ക്ഷീരവികസനം അല്ലെ? മൃഗസംരക്ഷണം, ക്ഷീരവികസനം ആരാണ്? ചിഞ്ചുറാണി. ചിഞ്ചുറാണി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം. മൃഗസംരക്ഷണം, ക്ഷീരവികസനം ആരാണ്? ചിഞ്ചുറാണി. ആരാണ്? ചിഞ്ചുറാണി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ചിഞ്ചുറാണി. ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം ചോദ്യം വരും. ഉന്നതം, ഉന്നതത്തിലേക്ക് എത്താൻ എന്ത് വേണം? ഒരു ലക്ഷ്യം, ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വേണം അല്ലെ? ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വേണം എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരു ബിന്ദുവിലേക്ക് ലക്ഷ്യം വെച്ച് ഉന്നതത്തിലേക്ക് എത്താം. അപ്പൊ ബിന്ദു, ഉന്നതം. ബിന്ദുവിലേക്ക് ലക്ഷ്യം, ഉന്നതത്തിലേക്ക് എത്താൻ. ഓക്കെ, അപ്പൊ ഉന്നത വിദ്യാഭ്യാസം ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു. പിന്നെ MB രാജേഷ് തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ് ആണ് അല്ലെ? MB രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ് ആണ്. പിന്നെ PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്. പൊതുമരാമത്താണ് PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്നത്. PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്താണ് കൈകാര്യം ചെയ്യുന്നത്. PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്. PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്. PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്. MB രാജേഷ് തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ് ആണ്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഇത് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള ഒരു പണി ഉണ്ട് കേട്ടോ. ഓരോന്നിലും ഞാൻ തരാം. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഈ മന്ത്രിമാരും വകുപ്പുകളും മന്ത്രിമാരും ഒക്കെ ഞാൻ പറഞ്ഞു തരും. ഇവരുടെ മണ്ഡലം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓരോരുത്തരുടെയും പറ്റുന്ന അത്രയും നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് കമന്റ് ചെയ്യുക. അറിയാത്തത് ഇവിടെ നിന്ന് തീർച്ചയായും നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് തന്നെ പോണം. അപ്പൊ PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്താണ് അല്ലെ? PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്താണ്. ഇതൊക്കെ ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ട്. PA മുഹമ്മദ് റിയാസ് മണ്ഡലം ഏതാന്നൊക്കെ ചോദ്യം വന്നാൽ അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബേപ്പൂരാണ്. അങ്ങനെ പലതും നമുക്കറിയാം. MB രാജേഷ് തൃത്താലയാണ്. അങ്ങനെ നിങ്ങൾക്കറിയുന്ന ഓരോന്നും കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രോസസ്സ് നടക്കും. അതായത് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഒരു ടൈം കണ്ടെത്തും. അപ്പൊ കമന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ വേറെ കമന്റുകൾ, നിങ്ങൾക്ക് അറിയാത്ത കമന്റുകൾ വായിച്ച് നിങ്ങൾ അങ്ങനെ പഠിച്ചു പോയിക്കോളും. ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് മെമ്മറിയിൽ വരാൻ ഏറ്റവും നല്ലത് അതാവും. ഓക്കെ, അപ്പൊ അറിയുന്നതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അറിയാത്തത് തീർച്ചയായും വായിച്ച് പഠിച്ചു പോവുക. പിന്നെ അറിയാത്ത ഏതെങ്കിലും അവിടെ കാണാത്തതുണ്ടെങ്കിൽ സംശയം അവിടെ കമന്റ് ചെയ്തിടുക. എവിടെയാണെന്നുള്ളത് കമന്റ് ചെയ്തിടുക. അപ്പൊ ആരെങ്കിലും റിപ്ലൈ തരും. ഇങ്ങനെ പഠിക്കുന്നതാവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് പ്രോസസ് അവിടെ നടക്കും. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, പിന്നെ P പ്രസാദ് കൃഷി കൈകാര്യം ചെയ്യുന്നത് P പ്രസാദ് ആണ്. കൃഷി കൈകാര്യം ചെയ്യുന്നത് P പ്രസാദ്. അപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ ഇല ആലോചിച്ചാൽ മതി. ഇലയിലാണ് നമുക്ക് പ്രസാദം കിട്ടുക. ഓക്കെ, അപ്പൊ കൃഷി എന്ന് പറയുമ്പോൾ ഇല എന്തെങ്കിലും ആലോചിച്ചാൽ മതി. ഇലയിൽ നമുക്ക് എന്ത് കിട്ടും? പ്രസാദം കിട്ടും. അത് വെച്ച് കൃഷി കണക്ട് ചെയ്തോട്ടോ. കൃഷി ഇല, ഇലയിൽ എന്ത് കിട്ടും? പ്രസാദം. അപ്പൊ കൃഷി ചോദിച്ചാൽ ആരാണ്? P പ്രസാദ് ആണ്. പിന്നെ PA മുഹമ്മദ് റിയാസ് നമുക്കൊക്കെ അറിയാം പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നത് PA മുഹമ്മദ് റിയാസ് ആണ്.
പിന്നെ എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണം, ഇത് പഠിക്കണം കേട്ടോ. തദ്ദേശ സ്വയംഭരണം എം ബി രാജേഷ് ആണ്. തദ്ദേശ സ്വയംഭരണം എം ബി രാജേഷ് ആണ്. പിന്നെ ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗം അല്ലെ, പട്ടികജാതി പട്ടികവർഗം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഒ ആർ കേളു. ഒ ആർ കേളു ആണ് പട്ടികജാതി പട്ടികവർഗം എന്നിവ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പി രാജീവ് നിയമം വാണിജ്യം അല്ലെ, ഓക്കെ, നിയമം വാണിജ്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പി രാജീവ് ആണ്. നിയമം വാണിജ്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പി രാജീവ് ആണ്. പി രാജീവ് ആണ് നിയമം വാണിജ്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വി ശിവൻകുട്ടി എവിടെയാണ്? പൊതുവിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസമാണ് ആർ ബിന്ദു. പൊതുവിദ്യാഭ്യാസം ചോദ്യം വന്നാലാണ് വി ശിവൻകുട്ടി. വി ശിവൻകുട്ടി. മണ്ഡലമൊക്കെ നമുക്ക് അറിയാലോ ഏതാണ്? നിയമമാണ്. അങ്ങനെ അറിയുന്നതൊക്കെ കമന്റ് ചെയ്ത് വെച്ചോ. ദയവ് ചെയ്ത് കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയുന്നത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ വായിച്ച ആരെങ്കിലും ഒരാളെങ്കിലും പഠിച്ച് രക്ഷപ്പെടട്ടെ, അവർക്ക് ഒരു മാർക്കെങ്കിലും കിട്ടട്ടെ. നിങ്ങൾക്ക് അറിയുന്നത് കമന്റ് ചെയ്യുക, അറിയാത്തത് തീർച്ചയായും ഇവിടുന്ന് പഠിച്ചിട്ട് അങ്ങനെ പോവാ. ഓക്കെ, കമന്റിൽ കാണുന്നില്ലെങ്കിൽ ചോദിച്ചറിയുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഓരോന്നും പഠിച്ചിട്ട് പോവാ. ഓക്കെ, മണ്ഡലം ചോദ്യം വരും. പിന്നെ വി എൻ വാസവൻ, വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു വെക്കുക. വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസമാണ് ചോദ്യം കൂടുതൽ വരാറുള്ളത്. പക്ഷെ കൺഫ്യൂഷൻ ആക്കാൻ കൊണ്ടുവരുന്ന ചോദ്യമാണ് ഉന്നത വിദ്യാഭ്യാസം. ഓപ്ഷൻ എയില് വി ശിവൻകുട്ടി ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസം ചോദിക്കാൻ നമ്മൾ ഉന്നതത്തിലേക്ക് എത്താൻ നമുക്ക് എന്ത് വേണം? ഒരു ബിന്ദു, അതായത് ഒരു ബിന്ദുവിലേക്ക് നമുക്കൊരു ലക്ഷ്യം വേണം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അടുത്തത് വി എൻ വാസവൻ ഏതൊക്കെയാണ്? ദേവസ്വം, തുറമുഖം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. തുറമുഖം, ദേവസ്വം എന്നിവ. പിന്നെ ഉണ്ടല്ലോ സഹകരണം. അപ്പൊ ഇത് മൂന്നും ഒപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സഹകരണം, ദേവസ്വം, തുറമുഖം. ഒന്ന് ആലോചിച്ച് നോക്ക്. തുറമുഖം ദേവസ്വത്തിന്റെ, അതായത് അമ്പലത്തിന് അടുത്തായിട്ട് ഒരു തുറമുഖം ഉണ്ട് എന്ന് ആലോചിക്കുക. അമ്പലത്തിന് അടുത്തായിട്ട് ഒരു തുറമുഖം ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ മീനൊക്കെ കയറ്റുമതി ചെയ്യുന്ന, അതായത് മീനൊക്കെ അവിടുന്ന് കൈകാര്യം ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് എന്ത് വരും? വാസന വരും. ഓക്കെ, വാസന വരും. അപ്പൊ അമ്പലത്തിലെ ആളുകള് തുറമുഖത്തിലെ ആളുകളോട് പറയാണ് സഹകരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് വാസന വരുന്നുണ്ട്, സഹകരിക്കണം. കഥ പോലെ ഒന്ന് ആലോചിച്ച് നോക്കോ. നമ്മുടെ അമ്പലത്തിനടുത്തായി, അവിടെ അമ്പലത്തിനടുത്തായി ഒരു തുറമുഖം ഉണ്ട്. തുറമുഖത്തിൽ നിന്നും വാസന ഇങ്ങോട്ട് വരുന്നു. അപ്പൊ അമ്പലത്തിലെ ദേവസ്വത്തിലെ ആളുകൾ അവരോട് എന്ത് പറയാണ്? ഒന്ന് സഹകരിക്കണം. ഓക്കെ, സഹകരണം, തുറമുഖം, ദേവസ്വം, വാസന, വാസവൻ, വി എൻ വാസവൻ. ഇങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ എവിടുന്ന്? തുറമുഖത്തിൽ നിന്നും വാസന അമ്പലത്തിലോട്ട് വരികയാണ്. അപ്പൊ അമ്പലത്തിലെ, അതായത് ദേവസ്വത്തിലെ ആളുകൾ എന്ത് പറയാണ്? നിങ്ങൾ സഹകരിക്കണം എന്ന് പറയാണ്. പിന്നെ വീണ ജോർജ് ആരോഗ്യം. സിമ്പിൾ ആണല്ലോ. എങ്ങനെ കണക്ട് ചെയ്യാം? വീണ ആരോഗ്യം പോവും. അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും. വീണാൽ ആരോഗ്യത്തിനെ ബാധിക്കും. വീണ ആരോഗ്യം പോവും. വീണാൽ ആരോഗ്യം പോവും. ഓക്കെ, അപ്പൊ വീണ ജോർജ് ആണ് ആരോഗ്യം. സജി ചെറിയാൻ മത്സ്യബന്ധനം. ഓക്കെ, ഫിഷറീസ് ചോദ്യം വരാറുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ, സജി ചെറിയാനാണ് ഫിഷറീസ്. മത്സ്യബന്ധനം ആരാണ്? സജി ചെറിയാൻ. സജി ചെറിയാനാണ് ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നത്. ആരാണ്? സജി ചെറിയാൻ. അപ്പൊ മറ്റേ പേര് ആലോചിച്ചാൽ മതി. നത്തോലി ഒരു ചെറിയ മീനല്ല. അപ്പൊ മീൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ചെറിയ മീനല്ല. ഓക്കെ, ആ സിനിമയുടെ പേര് കേട്ടിട്ടുണ്ടാവും. നത്തോലി ഒരു ചെറിയ മീനല്ല. അപ്പൊ മീന് ചെറിയ. ഓക്കെ, സജി ചെറിയാൻ മത്സ്യം കണക്ട് ചെയ്യുക. ചെറിയ മത്സ്യം എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്തോ. പിന്നെ ഗണേഷ് കുമാർ ഗതാഗതമാണ്. നമ്മൾ അത്രയും ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. അറിയാലോ, ഗണേഷ് കുമാറിന് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് പലർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഗാ വെച്ച് കണക്ട് ചെയ്തോട്ടോ. ഗ. ഓക്കെ, ഗണേഷ് കുമാർ ഗതാഗതം. ഗണേഷ് കുമാർ ഗതാഗതം. ഗതാഗതം ചോദിക്കുകയാണെങ്കിൽ ഗ വെച്ചിട്ട് തന്നെ ഉള്ള ഒരാളാണെന്ന് കണക്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്ത്? ഓരോരുത്തരുടെയും മണ്ഡലങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയുന്നത് കമന്റ് ചെയ്യുക. അറിയാത്തത് കമന്റ് ചെയ്യണ്ട, പഠിച്ചിട്ട് പോവാ കേട്ടോ. അറിയാത്തത് എന്തായാലും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലെ. പഹൽഗാം ഭീകരാക്രമണത്തിന് എതിരായി നമ്മൾ നടത്തിയതാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്? പഹൽഗാം ഭീകരാക്രമണം 2025. കുറച്ച് ഡേറ്റുകൾ നമുക്ക് ഇവിടെ ഫിക്സ് ആക്കി പഠിക്കാണ്ട്. അപ്പൊ അത് പഠിച്ചു വെച്ചോ. ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അപ്പൊ 2025 ഏപ്രിൽ 23. 2 ഡേറ്റ് കിട്ടിയോ? പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. ഓക്കെ, പിന്നെ അതിനോടനുബന്ധിച്ച് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എപ്പോഴാണ് ചോദ്യം വന്ന? ഏപ്രിൽ 23. സിന്ധു നദീജല കരാർ വർഷം ചോദിക്കും.
1960 സെപ്റ്റംബർ 19 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ. ഓക്കെ, രണ്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നെഹ്റുവും അയ്യൂബ് ഖാനും, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ എന്നാണ് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചിട്ടാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ത്? സിന്ധു നദീജല കരാർ. ഇതെന്നാണ് മരവിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2025 ഏപ്രിൽ 23 2025 ഏപ്രിൽ 23. ഇതിനെതിരായി ഇന്ത്യ നടത്തിയ ആക്രമണം എന്താണ്? ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എന്നാണ് ചോദ്യം വരിക. അതെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അതെപ്പോഴാണ്? 2025 മെയ് 7 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഈ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. തൊട്ടടുത്ത ദിവസം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പിന്നെ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പേര് നൽകിയതായിരുന്നു, പഠിച്ചു വെച്ചോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. അപ്പൊ ഡേറ്റുകൾ ക്ലിയർ ആയോ? ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. 2025 ഏപ്രിൽ എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്? ഓക്കെ, ഏപ്രിൽ 22. ഓക്കെ, പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏപ്രിൽ 22. അടുത്ത ദിവസം 23 എന്തുണ്ടായി? 23 എന്ന് ചോദ്യം വന്ന സിന്ധു നദീജല കരാർ. അപ്പൊ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ പഠിക്കണം. 2025 ഏപ്രിൽ 23. 22 പഠിച്ചു വെച്ചോ. തൊട്ടടുത്ത ദിവസം തന്നെ അത് മരവിപ്പിച്ചു എന്നും ആലോചിച്ചോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്നാണ് സിന്ധു നദീജല കരാർ എന്ന് ഇപ്പൊ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതും പഠിച്ചത്. 1960 സെപ്റ്റംബർ 19. ആരൊക്കെയാണ് ഒപ്പുവെച്ചതെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ. ഈ പഹൽഗാം എന്താണ് അറിയപ്പെടുന്നത്? ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാം ആണ് കേട്ടോ. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാം ആണ്. അപ്പൊ അതും പഠിച്ചു വെച്ചോ. ആട്ടിടയന്മാരുടെ, ചിലപ്പോൾ അതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദ്യം വന്നാൽ അത് പഹൽഗാം ആണ്. അപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പേര് നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ് പേര് നൽകിയത്. ഓപ്പറേഷനെ കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡേറ്റുകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ ഇത് പഠിച്ചു വെക്കുക. ഓപ്പറേഷനെ കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ കേണൽ സോഫിയ ഖുറൈഷി, അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ്. കേണൽ സോഫിയ ഖുറൈഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് എന്ത് നൽകിയത്? വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദ്യം വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്നാണ്? ഏപ്രിൽ 23. പഹൽഗാം ഭീകരാക്രമണം നടന്നതാണ് ഏപ്രിൽ 22. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം S-400 ആണ്. S-400. ഇന്ത്യ ഈ സംവിധാനത്തിന് നൽകിയ പേര് സുദർശന ചക്ര എന്നതാണ്. ഓക്കെ, അപ്പൊ 2025 മെയ്യിൽ നടന്ന, പാകിസ്ഥാൻ മെയ് 8 ഇന്ത്യയിൽ നടത്തിയത് ഏതാണ്? മെയ് 8 ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബുന്യാലുൽ മസൂസ്. ഓക്കെ, ഓപ്പറേഷൻ ബുന്യാലുൽ മസൂസ് എന്നതാണ് എന്ത്? മെയ് 8 പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷന്റെ പേര്. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? അത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതാണ്. അതെന്നാണ്? മെയ് 7 തൊട്ട് മുമ്പത്തെ ദിവസം മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ S-400 ആണ്. പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് S-400. ഈ
ഇന്ത്യ ഈ സംവിധാനത്തിന് നൽകിയ പേരെന്തെന്ന് ചോദ്യം വന്ന സുദർശന ചക്ര. പിന്നെ ഒന്നുകൂടെ പഠിക്കാണ്ട് കൊല്ലപ്പെട്ട മലയാളിയുടെ പേര് നമുക്ക് പഠിക്കാണ്ടാവും. ആരാണ്? എൻ രാമചന്ദ്രൻ. എൻ രാമചന്ദ്രൻ ഓർത്തു വെച്ചോ. എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രനാണ്. എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സൂചികകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. സൂചികകൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2025 ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആണ് കേട്ടോ. ഒന്നാം സ്ഥാനം ഐസ്ലൻഡും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130 സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇന്ത്യക്കുള്ള സ്ഥാനം എത്രയാണ്? 130 സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 130. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലാൻഡ് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 118. അപ്പൊ ഇത് രണ്ടും പഠിക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 30 സ്ഥാനം. 130 സ്ഥാനം. 30 അല്ല, 130 സ്ഥാനം. 18 ഇത് 118. ഓക്കെ, 118 സ്ഥാനം. ഓക്കെ, അപ്പൊ രണ്ടും ഓർത്തു വെക്കുക. 130 സ്ഥാനം ഏതിലാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130 സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലാണെങ്കിൽ 118 സ്ഥാനം. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക എത്രയാണ്? 130 സ്ഥാനം. 118. സന്തുഷ്ടമായ രാജ്യങ്ങൾ ഏതാണ്? 118 സ്ഥാനം. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 118, ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130. രണ്ടും കിട്ടിയ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130, ഹാപ്പിനെസ് ഇൻഡെക്സിൽ 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130, ഹാപ്പിനെസ് ഇൻഡെക്സിൽ 118. സമാധാന സൂചിക ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്. സമാധാന സൂചികയും അതുപോലെ തന്നെ മാനവ വികസന സൂചികയും രണ്ടിലും ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130 സ്ഥാനം. ഓക്കെ, സന്തോഷത്തിലാണെങ്കിൽ അതായത് ഹാപ്പിനെസ് ഇൻഡെക്സിലാണെങ്കിൽ 118 സ്ഥാനം. ഇവിടെ സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115. പറഞ്ഞു പോകണം, കൂടെ പറഞ്ഞു പോകണം, ജസ്റ്റ് കേട്ടാ പോരാ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ചോദ്യം വരുന്നതെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എത്രയാണ്? 118. മാനവ വികസന സൂചിക അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണെങ്കിൽ 130. ഇവിടെ എന്ത് പഠിച്ചു? സമാധാന സൂചിക ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് തന്നെയാണ്. 115 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സമാധാന സൂചികയിൽ 115 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. ഒന്നാം സ്ഥാനത്ത് 25 രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 102. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 102. എത്രയാണ്? 102 സ്ഥാനം. സമാധാന സൂചിക 115. സമാധാന സൂചിക 115. ഹാപ്പിനെസ് ഇൻഡെക്സ് 118. ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രയാണ്? 118. ഹാപ്പിനെസ് ഇൻഡെക്സ് 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എത്രയാണ്? 130. പറ്റുന്നത്രയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവാം, കൂടെ പഠിക്കണേ. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 130, സമാധാന സൂചിക 115, പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിൽ 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 130, പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് 118, സമാധാന സൂചിക അത് എത്രയാണ്? 115. പിന്നെ 102 സ്ഥാനമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 102 ആണ് സ്ഥാനം. ആദ്യ സ്ഥാനത്തിൽ 25 രാജ്യങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 102. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 102. സമാധാന സൂചിക 115. ഹാപ്പിനെസ് ഇൻഡെക്സ് 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 130. ഓക്കെ, സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 99. ഇന്ത്യയുടെ സ്ഥാനം 99 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 99. അപ്പൊ സമാധാന സൂചിക 115, പിന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 102, ഒന്നാം സ്ഥാനത്ത് 25 രാജ്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 പ്രകാരം ഫിൻലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം 99 ആണ്. ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 99. ആദ്യം പറഞ്ഞതൊന്നും മറക്കല്ലേ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 130 ആണ്. സമാധാന സൂചിക 115 ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് 118 ആണ്. 102 സ്ഥാനത്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 102. അതിൽ ഒന്നാം സ്ഥാനം മനസ്സിലാക്കിക്കോ. എത്ര രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് ഉണ്ട് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരും. 25 രാജ്യങ്ങളാണുള്ളത്.
G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതുള്ള രാജ്യം ഏത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 131 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 131. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 131 ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മറക്കരുത്, അത് 130 ആണ്. സമാധാന സൂചിക മറക്കരുത്, 115 ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് മറക്കരുത്, 118 ആണ്. ഇത് മൂന്നും എന്തായാലും ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ഹങ്കർ ഇൻഡെക്സ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സും നമ്മൾ പഠിച്ചു, 102 ആണ്. അതും ഓർത്തു വെച്ചോ. പിന്നെ ഒന്നാമത് G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. കുറച്ച് നമ്മൾ സൂചികകൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ഡിസ്കസ് ചെയ്ത കുറച്ചെണ്ണം ഒന്ന് നന്നായി പഠിച്ചിട്ട് പോവാം. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയത് കാണുകയാണെങ്കിൽ ഇനിയും കുറച്ചെണ്ണം കൂടെ തരാം. അതായത് പല രീതിയിൽ ചോദിക്കാറുണ്ട് ഇൻഡെക്സുകൾ, പല രീതിയിൽ സൂചികകൾ, പല രീതിയിൽ ചോദ്യം വരാറുണ്ട്. എങ്കിലും ചോദിക്കാൻ അത്രയും ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ തരുന്നതുകൊണ്ട്, അതായത് 3 ടോപ്പിക്കൊക്കെ തരുന്നതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ആവാതിരിക്കാനും അതായത് തെറ്റി പോവാതിരിക്കാനും വേണ്ടിയാണ്, തരുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തന്നത്. പക്ഷേ ഈ കുറച്ചേ തന്നുള്ളെങ്കിലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തോ. G20 രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമൊക്കെ ചോദ്യം വരും, അത് ഇന്ത്യയാണ്. അപ്പൊ ചോദ്യം വരും, അത്രയും പ്രതീക്ഷിച്ച് പോയിക്കോ. കുറച്ചേ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോവുക. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും മറക്കരുത്. അവിടെ നമ്മൾ കുറച്ചധികം ഡേറ്റ് പഠിച്ചിട്ടുണ്ട്. കുറച്ചൊരു 4 ഡേറ്റ് ഒക്കെ നമ്മൾ ഫിക്സ്ഡ് ആക്കി പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഏത് വേണമെങ്കിലും ചോദ്യം വരാം, ഏത് വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നിയമസഭ നമ്മൾ പഠിച്ചു. 15ാം നിയമസഭയാണ്. 14ാമത്തേതിൽ മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വരും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്, അതും പിണറായി വിജയനാണ്. 13 മേ ബി ചോദ്യം വരും, ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. പിന്നെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും BFAക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഇനിയും സിയുടെ ക്ലാസ്സുകളുമായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.